ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ. അപ്പോൾ സൺഡേ നിങ്ങൾക്കറിയാം, ഞാൻ ഉച്ചയോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങുക. കാരണം എന്താ വെച്ചാൽ രാവിലത്തെ ആ തിരക്കും എല്ലാവർക്കും അറിയാം. സൺഡേ ആകുമ്പോഴുള്ള തിരക്ക് എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ മറ്റേ വീഡിയോ എടുക്കാനായിട്ട് കുറേ ലേറ്റായി. അപ്പോൾ ഞാനൊരു 11 മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോഴേക്കും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വെയിലായപ്പോൾ ചെയറുകളൊക്കെ ഇന്നലെ ഒരുവിധം ഉണങ്ങിയിട്ട് ചെരിച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ വെയിലും കൂടി കൊണ്ടോട് കൂടിയിട്ട് ഒരുവിധമൊക്കെ അങ്ങോട്ട് ഉണങ്ങി. രാത്രി ആയപ്പോഴേക്കും ശരിക്കും നമുക്ക് അകത്തേക്ക് ഇടാവുന്ന ഒരു കണ്ടീഷനായിട്ടോ. അപ്പോൾ ഇതൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ താഴേലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും താഴെ ഭാഗമൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സെറ്റീര അവിടേക്ക് പോകാത്ത കാരണം രക്ഷപ്പെട്ടു. സെറ്റീര അവിടേക്ക് പോയെങ്കിൽ മൊത്തം കുതിർന്ന് കുളമായി തന്നെ. പിന്നത്തേൽ നേരെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. അങ്ങനെ ഇവിടെയൊക്കെ ആകെ എൻ്റെ ബുക്കും കണക്ക് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ കുതിർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് പെഡിഗ്രി തിന്നാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണ സൂത്രം, ഞാനതൊന്ന് ക്രഷ് ചെയ്യും, പൊടിച്ചിട്ട് എന്തെങ്കിലും കറിയുടെ കൂടെ കുതിർത്തിയിട്ട് വെക്കിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ഡാഡി എനിക്കത് പൊടിച്ച് തന്നു കേട്ടോ. അപ്പോൾ ഡിവൈനും ഡോണും പിള്ളേരും കൂടി മാർക്കറ്റിലേക്ക് പോയേക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് അപ്പോൾ ഇന്ന് കുറേ ലേറ്റായി പോകാനിട്ട്, അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വേഗം ചോറ് വെച്ചു. അരി ഇട്ടിട്ട ഡിവൈൻ പോയിണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വേഗം ചോറ് ആയപ്പോൾ അത് ഊറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചു. കാരണം മാർക്കറ്റിൽ പോയി വരുന്ന ദിവസം നിങ്ങൾക്കറിയാമല്ലോ, ഇഷ്ടം പോലെ പണിയാണ്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനും ഡാഡിയും കൂടി ചെയ്തു കിട്ടും. അപ്പോൾ ഡാഡി വെള്ളം ഒലിച്ച് വന്നെങ്കിലും ചെടിച്ചട്ടിയിലേക്കൊന്നും വെള്ളമായി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവർക്കുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ട്, ഡാഡി ഞാൻ കയറില്ല കേട്ടോ സാധാരണ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കാനായിട്ട്. കാരണം ചിലപ്പോഴൊക്കെ കയറും. കാരണം എനിക്കത് കയറുമ്പോൾ എന്തെങ്കിലും കാല് തെറ്റി വീണാലോ എന്നൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ അങ്ങനെ ഡാഡി കംപ്ലീറ്റ് മുകളിൽ നിന്നോട്ട് ഇവിടെ കോണിയമ്മ വരെയുള്ളത് വെള്ളം ഒഴിച്ചപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, ഇപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചാൽ നേരെ അടിയിൽ തോട്ടയിൽ കൂടെ പുറത്തേക്ക് വരിക ചെയ്യുക. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, നമ്മുടെ കണ്ടെയ്നറുകൾ ഇഷ്ടം പോലെ വരികയല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വെള്ളത്തിലാണ് ഫുൾ ടൈം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണി പ്ലാന്റൊക്കെ ഭയങ്കര ഫ്രഷായിട്ടാണ് ഇട്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൂത്രം ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ മറ്റേ ബേസ് ഉണ്ടല്ലോ, ബേസിൻ്റെ മുകളിലാണ് ചട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വെള്ളം വരുമ്പോൾ ആ ബേസിൻ്റെ ഉള്ളിൽ കൊള്ളണില്ല. അപ്പോൾ ഞാൻ ശരിക്കും ആ ഒരു ബൗളിലേക്ക് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കുമ്പോൾ അതിലെ വെള്ളം അതിൽ കെട്ടി നിന്ന് നല്ല ഫ്രഷായിട്ട് നിൽക്കും. അങ്ങനെ ഞാൻ വേഗം പരിപാടികൾ അവർ വരണേലുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒതുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിവിടെ കോറലിൻ്റെ ലക്ഷ്മിയുടെ വളയാട്ടോ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അതൊറ്റ സൈസ് തന്നെ ഉള്ളൂ, 2.6 തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ഒരെണ്ണം ഇല്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ആകെ ബാക്കി വന്ന 2 പീസാണ് അത് കേട്ടോ. കോറലിൻ്റെ അധികം കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. റൂബി ജെയ്ഡ് കിട്ടും, പേള് കിട്ടും, പക്ഷേ കോറൽ കിട്ടാൻ ഭയങ്കര പാടാണ് ഇങ്ങനത്തെ ലക്ഷ്മിയിൽ കേട്ടോ. അപ്പോൾ അതാണ് ആ വള. ഇതൊക്കെ പിന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നാണ്, സ്ക്രൂ മറ്റേ പിരിയല്ല, പിന്നാണ്. ബാക്കിയൊക്കെ നമ്മളുടെ സ്ക്രൂ ഉള്ള ശരിക്കുള്ള കമ്മൽ. പിന്നെ നമ്മുടെ സാൻഡ് സ്റ്റോൺ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 പാറ്റേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇതാണ്, പിന്നെ ഒക്കെ ഹെവിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര റയറായിട്ട് കിട്ടുന്ന സംഭവമാണ് ഈ സാൻഡ് സ്റ്റോൺ. അപ്പോൾ ഇത് കുഞ്ഞ് സൂഫിയാണ്, കൊച്ചാണ് കേട്ടോ. നിങ്ങളിത് കാണുന്ന വലിപ്പമില്ല, ചെറിയ സൂഫിയാണ്, റെഡും ഗ്രീനും. അപ്പോൾ ഗ്രീനിന് അതിൻ്റെ ജിമിക്കിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് സെറ്റായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. സെറ്റല്ല, സെപ്പറേറ്റാണ് കേട്ടോ സംഭവം. ഞാനതങ്ങനെ കാണാൻ ഭംഗിക്ക് അങ്ങനെ വെച്ചു എന്നുള്ളൂ. ഇനി ഇതിൻ്റെ നമ്മളുടെ സ്പ്ലിറ്റിൻ്റെ ബാങ്കിളുണ്ട്, മോതിരണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഡിവൈന് ശരിക്കും എന്ന് പറഞ്ഞാൽ പണി ഇത്തിരി കൂടുതലായിരുന്നു. കാരണം ഒക്കെ എന്താ പറയുക, കുറേയൊക്കെ ഞാൻ ഒതുക്കി വെച്ചെങ്കിലും മറ്റേത് ഡിമ്പിളും കൂടി ഉണ്ടാകുമ്പോൾ 2 ആളും കൂടിയിട്ട് അത് പ്ലസ് ഞാനും കൂടി ആകുമ്പോൾ അത് വേഗം കഴിയാറുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് തന്നെയാണ് വെച്ചത്. ചോറിന് ഇറച്ചിക്കറിയും മറ്റേ ബീഫ് കൂർക്കയും പിന്നെ മീൻ വറുത്തു. പിന്നെ എന്തിട്ടായിരുന്നു ഒരു ഉപ്പേരിയും, മറ്റേ വെണ്ടക്കായ ഉപ്പേരി. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഉപ്പേരി കൂട്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് ഞാൻ ആദ്യമേ ഉണ്ട്. എനിക്കിന്ന് പതിവില്ലാണ്ട് ഭയങ്കര വിശപ്പ്. രാവിലെ ബ്രെഡ് മുട്ടയായിരുന്നു. അപ്പോൾ ഞാനതൊരൊറ്റ പീസേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ നിന്ന് കൊള്ളി, മധുരക്കിഴങ്ങ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധുരക്കിഴങ്ങ് ഓൾറെഡി ഇതേ പുഴുങ്ങി വെച്ചേക്കണം. അങ്ങനെ ഉച്ചയിലത്തെ പരിപാടികൾ കഴിഞ്ഞ് ഞാനിപ്പോൾ 2 നേരം ഇനിയിപ്പോൾ ഈ മറ്റേ എന്താ പറയുക, ഷുഗറിൻ്റെ കഞ്ഞി എന്ന് പറയുക, മറ്റേ എന്തൊട്ട് അതിൻ്റെ പേര് എൻ്റെ മനസ്സിൽ നിന്ന് പോണു. ചില സംഭവങ്ങൾ വായയിൽ നമ്മൾ വിചാരിച്ചാലും കിട്ടണില്ല.
അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ അക്കി പറഞ്ഞത് ഞാൻ കുഴിക്കുള്ളിലേക്ക് വരികയാണ്. അക്കിയുടെ വീട് ശരിക്കും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ സൗകര്യത്തിനാണ് പൂങ്കുന്നത്ത്. അപ്പോൾ ഇന്നലെ ഇതേ നമ്മുടെ ബണ്ട് കെട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഇന്നലെ കാണിച്ചില്ലേ, വെള്ളം കയറുമ്പോൾ ആൾക്കാർ കൂടെ നിന്നിട്ട്. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മാസ്റ്റർ വീട്ടിലത്തെ മാവൊക്കെ വെട്ടി കളഞ്ഞപ്പോൾ എന്ത് ഭംഗിയാണ് വീട് കാണാൻ. ഇപ്പം ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തലയെടുത്ത് മറ്റേത് വീടേ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അക്കിയും ജോർജ് ഏട്ടനും പോൾ ചേട്ടനും വന്നു. ഇത് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് അയച്ച ഫോട്ടോ ആണ് കേട്ടോ. അങ്ങനെ ഇപ്പം എനിക്ക് എന്താ പറയുക, വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് പറയാം, തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇന്ന് ഞാൻ പോയിട്ടില്ല, ഡോണും തോമും കൂടി പോയിട്ടായിരുന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ വരില്ല എന്ന്. വന്നൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ എനിക്കൊന്ന് എപ്പോഴെപ്പോഴൊന്ന് ഓടിപ്പോകാനായിട്ടൊരു സ്ഥലമായി, തൊട്ടടുത്ത് തന്നെയാണ്, എനിക്ക് വലിയ ദൂരമില്ല. അപ്പോൾ ആ പോയ നേരം കൊണ്ട് ഞാൻ കുറച്ച് നേരം കിട്ടിയ സമയത്തൊന്ന് നടന്നു ആ നേരത്ത്. അപ്പോൾ വലിയ വെയിലും ഇല്ല മഴയും ഇല്ല, ഒന്നും അല്ലാത്തൊരു അന്തരീക്ഷം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മണി പ്ലാന്റൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കണു. കാരണം കറക്റ്റ് ടൈമിൽ ഞാൻ ഇതൊക്കെ പറിച്ച് നട്ടേന്ന് എനിക്ക് തോന്നി. കാരണം അത് കഴിഞ്ഞിട്ടാണ് മഴ പെയ്തതും ഒക്കെ ആയതുകൊണ്ട് പിന്നെ വെയിലുദിച്ചു. അപ്പോൾ എല്ലാം കൊണ്ടും മണി പ്ലാന്റ് ശരിക്കും അങ്ങോട്ട് പിടിച്ചുട്ടാ. ഇങ്ങനെ ഇത്രയും ഭംഗിയിലുണ്ടായിരുന്നതാണ്, പക്ഷേ ഒക്കെ പോയില്ലേ. അങ്ങനെ നോക്കിയപ്പോൾ പിന്നിൽ അവിടെ ഇത് വെട്ടണു, മറ്റേ പറമ്പ് വൃത്തിയാക്കണു. ഭയങ്കര സമാധാനമായി. കാരണം അത്രയും വലുതായിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ മഴയത്ത് ഇതിങ്ങനെ ചാഞ്ഞ് നമ്മളുടെ മറ്റേ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇട്ടു. ഇനി ഇതൊക്കെ ഒന്ന് മടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരുന്നിട്ടാവാം, കാരണം കുറേ നേരം കൊണ്ട് നിന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വേഗം 5 മണിയായി. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, ഡാഡിയൊക്കെ ഉറങ്ങുക, എല്ലാവരും നല്ല ഉറക്കുക. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് മഴയും ചാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരു കട്ടൻ വെച്ച് കുറച്ച് നേരം ഉമ്മർത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കട്ടൻ വെച്ച് ഉമ്മർത്ത് വന്നിരുന്നു കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ തുണി തോരയിട്ടോട് കൂടിയിട്ട് കംപ്ലീറ്റ് അടിച്ച് കഴിക്കുമെന്ന് ഫുള്ള്. ഇടയ്ക്ക് ഞാൻ പറയാറില്ലേ, ശനി അല്ലെങ്കിൽ ഞായർ എൻ്റെ ആ ദിവസം അതാണ്. അപ്പോൾ ഫുള്ളൊന്ന് നല്ലോണം നനച്ചു എല്ലാ ചെടികളും. പുറത്ത് മഴ പെയ്താലും ഞാൻ പറയാറുള്ള പോലെ അകത്ത് ചെടികൾക്ക് അത് കണ്ടിട്ട് വെള്ളം ഇറക്കാനല്ലേ പറ്റുള്ളൂ. അവർക്കൊരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ ഞാനോ ആരെങ്കിലും നനയ്ക്ക് തന്നെ വേണം. അത് ചില സമയത്ത് എനിക്ക് സങ്കടം തോന്നും കേട്ടോ അത് കാണുമ്പോൾ. നമ്മൾ പറയില്ലേ, നമ്മളെന്തെന്നാ പറയുക, വിശന്നിരിക്കുമ്പോൾ പുറത്ത് ചോറ് ബാക്കി വന്ന് കളയാമെന്ന് പറയില്ല, അതുപോലെയാണ്. പുറത്ത് മഴ പെയ്തിട്ടും ഇവർക്ക് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കട്ടനൊക്കെ എടുത്ത് സിറ്റ് ഔട്ടിൽ വന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ പഴയ കുറേ ഓർമ്മകൾ. നമ്മൾ പണ്ടൊക്കെ അങ്ങനെയല്ലേ കട്ടൻ കാപ്പിയൊക്കെ വെച്ചിട്ട് അപ്പനും അമ്മയ്ക്കുള്ള സമയത്ത് അങ്ങനെയാണ്. നല്ല മഴ വരുമ്പോൾ ഒന്നെങ്കിൽ സൂപ്പ് അല്ലെങ്കിൽ കട്ടൻ, അങ്ങനെയാണ്. അപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ എണീറ്റു. കാരണം ഇനിയിപ്പോൾ കുട്ടികളൊക്കെ എണീക്കാറായി. തുണികളൊക്കെ മടക്കി അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ 2 സാരി ഇന്ന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് വെക്കണം, എൻ്റെ കൂട്ടത്തിലാണ്. ഞാൻ ഓർത്ത കുറേ പേര് പറഞ്ഞു ഇന്ന് ബാക്കി സാരികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പറയുക ആൻറ്റീന്ന്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ചില ഐറ്റം റീസ്റ്റോക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് കേട്ടോ. അത് ശരിക്കും നിങ്ങൾ എടുത്തവരുടെ കയ്യിലിപ്പോൾ ഉണ്ടാവും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഐറ്റമാണ്. അപ്പോൾ അത് രണ്ടാമത് ഒന്നും കൂടി കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണിത്. ഇത് നല്ലൊരു എന്താ പറയുക, മെറൂണാണ്. മെറൂൺ ഉണ്ട്, പിന്നെ റാണി പിങ്ക് ഉണ്ട്, നല്ല നല്ല കളറുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കോൺട്രാസ്റ്റ് കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രീൻ ഉണ്ടായിരുന്നു, ഗ്രീനും ഈ പിങ്കും ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയവർ പറഞ്ഞു ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കണു, നല്ല സാരി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് നല്ലൊരു ലാവൻഡറാണ്, നല്ലൊരു ഐറ്റം തന്നെയാണ് ഇതും. പിന്നെ ഇത് 3 കളറുള്ളതാണ്. ഇത് കോൺട്രാസ്റ്റ് അല്ല, സെൽഫ് പ്രിൻ്റ് പോലെയുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എൻ്റെ പണിപ്പുരയിലേക്ക് വീണ്ടും വന്നു, നമ്മുടെ സൂഫി. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഡോണും തോമും കൂടിയിട്ട് എണീറ്റ് അക്കിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ടാണ്. അപ്പോൾ ഡിവൈൻ കിച്ചണിലേക്ക് കിടന്നു. ചാക്കോച്ചൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാണ്ട് കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാ വെച്ചാൽ സ്വതവേ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും അടുത്ത് കൊണ്ടുവന്ന് വെക്കും. സംഭവം അത് ഒന്നെങ്കിൽ ഗ്രീൻ പീസ് റോസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല കൊള്ളി വറുത്തതോ എന്തെങ്കിലും കൊണ്ട് അടുത്ത് വെക്കും. കുറേ തിന്നില്ല, പക്ഷേ എനിക്ക് ഇടയ്ക്കൊന്ന് കടിച്ചാൽ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഉറക്കം വരുന്ന പോലെ ഒരു തോന്നലാണ്. അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ കുറേ കഴിക്കില്ല കേട്ടോ. അത് അടുത്തിരുന്ന് ഒരു കുപ്പി വെള്ളവും വെച്ച ഒരു സമാധാനം. അപ്പോഴേക്കും ഡോണും തോമും വന്നു കേട്ടോ. അവിടെ വരുമ്പോൾ നല്ല മഴ, ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടിട്ട് മൂപ്പര് ഓടി വന്നത്. അപ്പോൾ അപ്പയുടെ ബനിയിട്ടിട്ട് ഓടിയതാണ് ഇപ്പോൾ ഈ കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പേളിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കണ്ടമാനുണ്ടായിരുന്നത്, ഇന്നത്തോടു കൂടി പേളിൻ്റെ അങ്ങോട്ട് എടുത്ത് അവസാനിപ്പിച്ചു. ഫോട്ടോസ് കേട്ടോ, ഫോട്ടോസും വീഡിയോസും ഒക്കെ. പക്ഷേ വീഡിയോ ഞാൻ ഇതിലിപ്പോൾ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം
ചിലത് ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. പിന്നെ ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ കംപ്ലീറ്റ് ഫോൾഡർ അയച്ചു കൊടുക്കും. 86 87 അങ്ങോട്ട് ഉണ്ട്. അപ്പം ഞാൻ എന്ത് കാണിക്കുമെന്ന് വെച്ചാൽ ചോദിക്കുന്നവർക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പം പിന്നെ വീഡിയോ ഇല്ലെങ്കിലും നിങ്ങൾക്കിപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഫോട്ടോ കണ്ടാലും ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്ലോയിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് 2 ലെയറിൻ്റെ നല്ല ഭംഗിയുള്ള മാല കേട്ടോ. നല്ല നീണ്ട് കിടക്കുന്ന ലോങ് ആയിട്ടുള്ള ചെയിനാണ്. അതൊരു ഞാൻ ഇന്നലെയും പറഞ്ഞു തോന്നുന്നുണ്ട്, ഇന്നലെയും കാണിച്ചു ഇതിൻ്റെ ഇടയിൽ കെട്ടുള്ളത്. ഇത് വെറുതെ പ്ലെയിനാണ്. അങ്ങനെ ഇതൊക്കെ നല്ല ഐറ്റംസാണ്. ഇതിൽ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളയുണ്ട് പേളും ഉണ്ട് കേട്ടോ. 2 പാറ്റേൺ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പേളിൻ്റെ കളക്ഷനിലുള്ള നമ്മളുടെ ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഒരുവിധം എന്താ പറയുക, എപ്പോൾ ചോദിച്ചാലും കിട്ടാവുന്ന പോലെയുള്ള എണ്ണങ്ങൾ നമ്മൾ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെയും മിനിയാന്നായിട്ട് കൊണ്ടുവന്ന കാരണം എനിക്ക് പണി ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഇതൊക്കെ 2 ലെയറാണ്. ഇതിപ്പോൾ ശരിക്കും ഞാൻ മടിയായിട്ട് ഞാൻ ശരിക്കും ഉടക്കി പ്ലേറ്റ് ചെയ്ത വഴിക്ക് ഇതേ ഇട്ടിട്ടുള്ളത്. അതൊന്നും നമ്മളിങ്ങനെ ഇതുപോലെ ഫ്ലെക്സിബിളാക്കണം. അത് ഞാൻ കൊടുക്കണ നേരത്താണ് ഞാനത് അങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ എപ്പോഴും ഒരു ബലം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫ്ലെക്സിബിൾ ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാമെന്ന് മാത്രം. ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇത് മുഴുവൻ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ സമയം കുറയാവും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സാരമില്ല, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ സമയം വേറെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാത് സമയത്ത് എടുത്ത് പാക്ക് ചെയ്യണ സമയത്ത് അതൊന്ന് ശരിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം പേളിൻ്റെ എത്ര പാറ്റേൺ ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെ ഇവിടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കാണിച്ചാലേ നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാനും ഓർഡർ തരാനും പറ്റുള്ളൂ. ഇത് കാണിക്കാണ്ട് ഞാനിവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഡ്രീം കളക്ഷൻസ് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചാലും എനിക്ക് പറ്റണില്ല. അപ്പം ഞാൻ വിചാരിച്ചു 2 കൂടി ഇങ്ങനെ പോട്ടെ. എന്നിട്ട് പിന്നീട് ആയും പോലെ ഞാനിതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ പഠിച്ചത് എഴുതി വെച്ചിട്ടാണ്. ഡിംപിൾ ഒരിക്കൽ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തരണത്. ഞാനത് എഴുതി വെച്ചിട്ട് അതിലിങ്ങനെ നോക്കി ഡിവൈൻ പ്രസവിക്കാൻ പോണതിന് മുമ്പ് എനിക്ക് പഠിക്കണം. കാരണം ഡിവൈനാണ് എനിക്ക് ചെയ്തു തരാറുണ്ടായിരുന്നത്. അപ്പം ഞാൻ അത് നോക്കി ചെയ്ത് ഇത് ഓക്കെ ആയി. ഇനിയിപ്പോൾ ഇത് മറിച്ച് ഇതേ ഫോണിലുള്ള ഡ്രീം കളക്ഷൻസും കിടക്കുന്നത് അതിലേക്ക് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളതും കൂടി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. അതും കൂടി പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ രാത്രി ബട്ടൂരയും മറ്റേ കൂന്തളമായിരുന്നു. ഇതിപ്പോൾ നാളേക്കുള്ള പുട്ടും മീൻകറിയും. അപ്പോൾ രാവിലെ ഇത്തിരി വൈകി എണീറ്റാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇത് നാളേക്കുള്ള കഞ്ഞിക്കുള്ള അരി ഞാൻ ഞവര, ഇപ്പോഴാണ് പേര് വയൽ വന്നത്, ഞവരയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ടു. വേവാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് വേവിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടി ഒരുവിധം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഡിവൈൻ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തോടെ പോയി. കാരണം 2 ഒപ്പമുള്ള വാശിയായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് ഡിവൈൻ നേരത്തോടെ പോയി. അവരൊക്കെ ഉറക്കത്തിൻ്റെ പക്കത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും രാത്രിയിൽ ഫസ്റ്റ് ഡിവൈൻ കഴിച്ച്, രാത്രിയിലല്ല എപ്പോഴും ആദ്യം കഴിച്ച് കയറുക ചെയ്യണേ. കാരണം ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞത് ഇനി നടക്കില്ല. അങ്ങനെ അവരുടെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നു. അവർക്ക് ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും വാരി കൊടുക്കാനുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഇറച്ചി നേരത്തോടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡാഡി കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ പരിയപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വെളിച്ചം വന്ന പോലെ ആ പുല്ലൊക്കെ പോയി കഴിഞ്ഞപ്പോഴേ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം. മറ്റേതെനിക്ക് ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു. കഴിഞ്ഞ കൊല്ലമൊക്കെ പാമ്പ് കഴിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു 2 വശത്തുനിന്നും. പക്ഷേ ഫ്രണ്ടിലത്തെ വീട്ടുകാരെങ്ങനെയാണെന്ന് വെച്ചാൽ താരതമ്യേന കുറച്ചും കൂടി നല്ലതാണ്. എപ്പോഴും അവരൊന്ന് പുല്ല് വലുതായി എന്ന് കണ്ട അപ്പം വന്ന് വെട്ടു കേട്ടോ അവർ. അപ്പോൾ ഈ പ്ലാവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അവർ എപ്പോഴും പറമ്പ് ഇങ്ങനെ ക്ലീൻ ആക്കിയിടും. അതുകൊണ്ട് നമുക്ക് പേടിയില്ല പാമ്പിൻ്റെ. പിന്നിൽ അങ്ങനെയല്ല, അവിടെ കിടക്കും. എത്രയോ കൊല്ലം പോലും ചെയ്യില്ല. അപ്പോൾ മുമ്പ് അപ്പുറത്തെ കുര്യാക്കോങ്ങളുള്ളപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടൻ എപ്പോഴും അത് വെട്ടി വെടുപ്പാക്കുമായിരുന്നു. ഇപ്പോൾ ആളില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് മോൻ വന്നപ്പോഴാന്ന് തോന്നുന്നുണ്ട് എന്തായാലും പറമ്പ് വെടുപ്പാക്കിയിട്ടു. അല്ലാണ്ട് ഓണർ വന്നിട്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അങ്ങേര് തിരിഞ്ഞ് നോക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം അങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെ രാത്രിയിലത്തെ പരിപാടി അവരുടെ പരിപാടിയും എല്ലാം കഴിഞ്ഞ് അടുക്കളയിലത്തെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഡാഡീനെ ഞാൻ പറഞ്ഞു, ഡാഡി കിടന്നോ, എനിക്ക് കുറച്ചും കൂടി പണിയുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് കസേരകൾ എടുത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. കാരണം നമ്മളുടെ നനഞ്ഞിട്ടുള്ള കസേര മുഴുവൻ സിറ്റ് ഔട്ടിലേക്ക് ഇട്ട് വെച്ചേക്കായിരുന്നു, അകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോ കൊണ്ട് എടുക്കാൻ വന്നപ്പോൾ അയ്യോ ഇവിടെ ഇട്ടിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ നാളെ രാത്രി മഴ പെയ്ത് ശീതലടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയതും കൂടി നനയില്ലേ. ഞാൻ വേഗം ഡാഡിയെ വിളിച്ചു.
അപ്പോൾ ഞങ്ങൾ ഒരു കസേര ഇതിൽ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴോ മറിയാമ്മ നമ്മുടെ കോണിയുടെ മുകളിൽ കയറിയപ്പോൾ കോണിയുടെ മുകളിൽ മറ്റേ കുപ്പികളിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കയറിയപ്പോൾ പിടഞ്ഞ് വീണിട്ട് ഒരു കസേര ഒന്ന് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണെന്ന് അറിഞ്ഞൂടാ, കുറച്ച് ദിവസമായിട്ട് എപ്പോഴും മറിയാമ്മ എന്ന് എൻ്റെ വായിൽ വരണേ. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും എവിടെയായാലും സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ ആ കസേര വെൽഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എപ്പോഴും അങ്ങേ അറ്റത്ത് കൊണ്ടിടും. അപ്പോൾ അവിടെ അധികം ആരും ഇരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് കൂട്ടിയിടും. ഞങ്ങളെപ്പോഴും 5 പേരല്ലേ ഉള്ളൂ. ആൻസം വരുമ്പോൾ മാത്രമല്ലേ 6ാമതൊരാൾ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കസേരകളൊക്കെ ദേ നന്നായിട്ട് ഉണങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, കഴുകി ഉണക്കലായ പോലെയായി. എന്തായാലും നല്ല വെള്ളമായിരുന്നു മുകളിൽ നിന്ന് വന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയാമായിരുന്നു ചേറായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേന്ന്. ഇതിപ്പോൾ ക്ലീൻ തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് നല്ല വൃത്തിയാവുക ചെയ്തത്. നമ്മൾ പറയില്ലേ ഉപകാരമായി എന്ന് പറയില്ലേ, അതുപോലെ ആ കംപ്ലീറ്റ് ചളിയൊക്കെ പോയി വൃത്തിയാവുക ചെയ്തത്. കോണിമലത്തി എല്ലാം ഇവിടത്തെ അങ്ങനെ നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റപ്പായി. പണ്ടത്തെ പോലെയായി. സാധനങ്ങളൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് എടുത്ത് വെച്ചു. ഇനി ഞാൻ കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇടയിൽ കുളീൻ്റെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിലുള്ളതുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനും കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒതുക്കി നിൽക്കുമ്പോഴാണ് എനിക്ക് മെസ്സേജ് വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു മോനുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും, വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഇത് എപ്പോൾ വിളിക്കുമ്പോഴും അതൊരു നല്ലൊരു മറുപടി കിട്ടണേന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഒതുക്കി ഇങ്ങോട്ട് നടയിലേക്ക് വരണ സമയത്താണ് എന്തായാലും നല്ലൊരു വാർത്ത കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ആർക്കെങ്കിലും വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചിട്ട് അത് നടക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.